അവിടുന്ന് അത്ഭുതമാക്കി തീർത്തതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപയും സാന്നിധ്യവും ഈ ഭവനത്തോട് കൂടെയുള്ളതിനായി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. താങ്ക് യു മേരി ആന്റി. മ്യൂട്ട് ചെയ്യണേ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. കർത്താവ് സൗദായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പെരുകിയേറി വർദ്ധിക്കും. ഈ ദിവസങ്ങളിൽ ഇത് തന്നെയായിരിക്കണം എല്ലാവരുടെയും നാമം. സ്തോത്രം. ഒറ്റ ഹല്ലേലൂയ. ജനമൊന്ന് അവരുടെ ഭാഷയൊന്ന് അവർക്കൊന്നും അസാധ്യമാകുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ വചന ശുശ്രൂഷയിലൊക്കെ അത് നിറഞ്ഞു നിൽക്കട്ടെ. അതുപോലത്തെ ദൈവപ്രവൃത്തികൾ പ്രവർത്തി ചെയ്യുക. അല്ലെ യോശുവയുടെ ദൈവം പറഞ്ഞു, അല്ല നിന്റെ നാവിൽ നിന്ന് രാവും പകലും സ്തോത്രം അത് മാറണം. സ്തോത്രം. ഈ ഒരു സീസൺ പരിശുദ്ധാത്മാവ് അടുത്തൊരു സ്പെഷ്യൽ സീസൺ നമുക്ക് നൽകിയിരിക്കും. ആ സീസണിൽ ഒത്തിരി പേര് അത് ഏറ്റെടുത്തു. അവരുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. എവിടെ ചെന്നാലും ഇപ്പം ഇതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതിൽ ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവ് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനോട് കൂടെ മൂവ് ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ. ആ മൂവ് ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോസിലേക്ക് പോകാം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. പെരുകി വർദ്ധിക്കുമേ ഞാൻ, പെരുകി വർദ്ധിക്കുമേ, ഫലം കാഴ്ചയിടുമേ ഞാൻ, ഫലം കാഴ്ചയിടുമേ. നല്ല വീട് പണിയും, വണ്ടി വാങ്ങിക്കും, ബിസിനസ് തുടങ്ങും. യേശു ഉള്ളതിനാൽ എല്ലാം പെരുകി വർദ്ധിക്കും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത്ഭുത സാക്ഷ്യങ്ങൾ ഓരോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വത്രം. എന്റെ ആഗ്രഹം ഈ സാക്ഷ്യങ്ങളൊക്കെ വീഡിയോ വിഷ്വലൈസ് ചെയ്ത് നമ്മള് ഈ സീസണിൽ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. അൽബർ എനിക്ക് ആ സാക്ഷ്യം അയച്ചു തന്നായിരുന്നോ? ബ്രദറെ, ഒരു 2 ദിവസം കൊണ്ട് ബാക്കി പണിയെല്ലാം തീരും. പെയിന്റിങ് 2 ദിവസമാണ്. അപ്പൊ അതിന്റെ ഏറ്റവും നന്നായിട്ട് എടുത്തേ. ഇപ്പൊ അത് എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇത് കാണിക്കണമല്ലോ, വീടിന്റെ എക്സ്ട്രാ അതൊന്ന് കാണിക്കാനായിട്ട് വേണ്ടിയാണ് 2 ദിവസം കൂടെ കിട്ടിയത്. ഇപ്പൊ ഇന്നും നാളെ പണിയുണ്ട്, അവിടെ തീരും. എന്നിട്ട് ഞാൻ എന്തോ അതിന്റെ വീഡിയോ വീടിന്റെ ഷേപ്പ് കംപ്ലീറ്റ് അയച്ചുതരാം. ശരി, ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് സാക്ഷ്യങ്ങളിലേക്ക് കിടക്കാം. സാക്ഷ്യങ്ങളിലേക്ക് പറയാം. സ്തോത്രം. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഈ ശനിയാഴ്ച ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ ഒരു 8 മണിയാകാറായി. ഈവനിങ്ങിൽ 8 മണിയാകാറായി. അപ്പൊ ശനിയാഴ്ച പനി ആയതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ കുറച്ച് ചൂടുവെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കുളിക്കാൻ ചൂടുവെള്ളം ഉണ്ടോ ചോദിച്ചു. അപ്പൊ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞേ, ഇല്ല ഇനി ചൂടുവെള്ളമൊക്കെ വെച്ച് കഴിയുമ്പോ സമയം പോകത്തില്ല, ചൂടുവെള്ളം ഒന്നും വെച്ചിട്ടില്ല, ഒരു കാര്യം ചെയ്ത് പോയി വേഗം കുളിച്ചിട്ട് പോരാൻ പറഞ്ഞേ. അപ്പൊ ഞാൻ കുളിക്കാൻ പോയപ്പോഴത്തേക്കിനും ചൂടുവെള്ളം ഉണ്ടെങ്കിൽ, പനി ആയതുകൊണ്ട് ഭയങ്കര തണുപ്പാണല്ലോ, അപ്പൊ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ കുളിക്കായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ അപ്പ കുറച്ച് ചൂടുവെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കുളിക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കുളിക്കാനായിട്ട് കയറി ടാപ്പൊക്കെ ഓൺ ടാപ്പൊക്കെ ചെയ്ത് ബക്കലിൽ ഞാൻ 3/4 ഭാഗം വെള്ളം പിടിച്ച് ബക്കലില് വെള്ളത്തിൽ വെറുതെ കപ്പിട്ട് പൊക്കിയപ്പോഴത്തേക്കിന് ജസ്റ്റ് ആ വെള്ളം ഭയങ്കര തണുപ്പാ വെള്ളത്തിന്. സ്തോത്രം. അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയാ, പക്ഷെ ഞാൻ പറഞ്ഞത് എങ്ങനെയാ,
എന്റെ ചേച്ചി ഞാൻ കുളിച്ച് കഴിയുന്നവരെ ഇച്ചിരി ചൂടുവെള്ളം കെട്ടിയാൽ മതിയായിരുന്നു ഇങ്ങനെ പറഞ്ഞാ കയറിയത്. പക്ഷെ എന്റെ മുള്ളിൽ നിന്ന് പറയാം, നീ ഒരു കാര്യം ചെയ്യാം, ടാപ്പ് തുറന്ന് എന്റെ കപ്പ് വെച്ച് വെള്ളം പിടിക്കാൻ പറഞ്ഞേ. സ്തോത്രം. ഞാൻ അതേപോലെ ടാപ്പ് തുറന്ന് എന്റെ കയ്യിൽ നിന്ന് കപ്പ് വെച്ച് ഞാൻ വെള്ളം പിടിച്ച് ആ വെള്ളം ഞാൻ വെറുതെ ജസ്റ്റ് എന്റെ കാലോട്ട് ഒഴിച്ചുള്ളൂ. പക്ഷെ അത് ഭയങ്കര ചൂടുവെള്ളം. എന്റെ കാലോട്ട് ഞാൻ ഒഴിക്കുന്ന വെള്ളം ഭയങ്കര ചൂടുവെള്ളം. പക്ഷെ ഞാൻ എനിക്ക് എന്റെ വിശ്വാസക്കുറവാണോന്ന് അറിയത്തില്ല. ഞാൻ ഈ കപ്പിനകത്തെ വെള്ളം എന്റെ കയ്യിൽ പിടിച്ചിട്ട് ആ ബക്കലിലെ വെള്ളത്തിൽ ഞാൻ എന്റെ മെറ്റെ കൈ മുക്കി. മെറ്റെ കൈ മുക്കിയപ്പോഴത്തേ ബക്കലിലെ വെള്ളം ഭയങ്കര തണുത്ത വെള്ളമാണ്. പക്ഷെ എന്റെ കയ്യിലിരിക്കുന്ന വെള്ളം ചൂടാ. പക്ഷെ എനിക്കറിയത്തില്ല, എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. എനിക്ക് കരച്ചിൽ വരികയാണ്, എനിക്ക് സങ്കടം വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ നന്ദി പറയുന്നുണ്ട്. പക്ഷെ കർത്താവ് എനിക്ക് വേണ്ടി ആ സമയത്തിന് വേണ്ടി അത്രയും നമ്മൾ ചൂടുവെള്ളം വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എത്ര സെക്കൻഡ് ആയുള്ളൂ ഞാൻ ആ ബക്കലിൽ വെള്ളം പിടിച്ച് വെച്ചിട്ട്. പക്ഷെ ഞാൻ എന്റെ കപ്പി പിടിച്ച വെള്ളം ആ സെക്കൻഡിൽ തന്നെ പിടിച്ചതാ. പക്ഷെ കർത്താവ് അവിടെ അത്ഭുതം ചെയ്തു. ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് വേണ്ടി ഒരു ചൂടുവെള്ളം കർത്താവ് അവിടെ തന്ന്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ അമ്മേനെ വിളിച്ച് കാണിക്കാനുള്ളത് കരുതി ടാപ്പ് തുറന്ന് വെള്ളം പിടിച്ചു. പക്ഷെ അതിനകത്തൂടെ പച്ചവെള്ളം വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാ, കർത്താവ് ഞാൻ ഇറങ്ങുന്ന വരെ എനിക്ക് ഈ ചൂടുവെള്ളം തോന്നി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ കർത്താവ് എനിക്ക് വേണ്ടി അവിടെ അത്ഭുതം ചെയ്ത്. എല്ലാം എന്റെ കർത്താവിന്. സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുത സാക്ഷ്യം. ആമേൻ. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഈ സാക്ഷ്യം എനിക്ക് അയച്ചു തന്നിരുന്നു. അത്ഭുത സാക്ഷ്യം. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ മോളെ. ഇനിയും അതുപോലെ തന്നെ സ്തോത്രം ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ തോമസിന്റെ സാക്ഷ്യം ഞാൻ അയച്ചത് എനിക്ക് അയച്ചതെന്നായിരുന്നോ? തന്നായിരുന്നു ബ്രദറെ, കാണിക്കാം. നമ്മുടെ ലംബോർഗിനി തോമസിന്റെ സാക്ഷ്യം, ലംബോർഗിനി തോമസ് സാക്ഷ്യം അത്ഭുത സാക്ഷ്യമാണ്. ഇവിടെ സ്തോത്രം. നമുക്കറിയാം നമ്മുടെ പ്രിയാശോബ്ര നമ്മുടെ പരിശുദ്ധാത്മാവ് തന്ന പാട്ട്, അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം വന്നപ്പോൾ സിംഹ തന്റെ കാണാതെ പോയ സമയത്ത് അതിന്റെ സാക്ഷ്യവും നമ്മള് കർത്താവിനെ വെച്ചാൽ അത് റെഡിയാക്കിയിട്ടുണ്ട്. കേട്ടപ്പം അതിൽ നിന്ന് സോറി സൗണ്ട് വരുന്നത് അവിടെ നിന്നാണോ? ഞാൻ മിനിഞ്ഞാന്ന് 2-ാം തീയതി ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് ഓർഡർ ചെയ്തു. അനീഷ സിസ്റ്ററിന്റെ ഡിവൈസ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ. സോറി, ഒന്ന് ഒറ്റ സെക്കൻഡ് മ്യൂട്ട് ചെയ്യണേ, ഞാൻ പറഞ്ഞത്. അപ്പം സ്തോത്രം. അങ്ങനെ നമ്മുടെ അശ്വം ബ്രദർ സിമ്മ് ആണ്, പരിശുദ്ധാത്മാവ് എന്റെ സിമ്മ് തേടി തന്നെ എന്ന് പാടിയപ്പം ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് ആ പേഴ്സിലുള്ള സിം ഓർമ്മിച്ചു. അവിടുന്ന് നമ്മുടെ വെള്ളൂരെ സാലിച്ചോരി സ്നോയിറ്റ് എന്ന് പറഞ്ഞ പേർഷ്യൻ പൂച്ച 6 മാസമായിട്ട് വിൽക്കാതിരുന്ന പൂച്ചയുടെ കാര്യത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിച്ചു. പൂച്ച അവര് വിചാരിച്ചതിനേക്കാളും നല്ല വിലയ്ക്ക് പോയി. പുള്ളിക്കാരത്തിയുടെ സ്ലൈഡ് കാണാതെ പോയ സ്ലൈഡ് കിട്ടി. സോ ഇങ്ങനെ പരിശുദ്ധാത്മാവ് എന്ന് പാടി സാധനങ്ങൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു സാക്ഷ്യമാണ് തോമസിന്റെ. ഓക്കെ, സോറി, ഒന്നുകൂടെ ആദ്യം തൊട്ടേ. ഞാൻ മിനിഞ്ഞാന്ന് 2-ാം തീയതി ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് ഓർഡർ ചെയ്തപ്പോഴത്തേന് അവർ പറഞ്ഞു എനിക്ക് പ്രൈം ഇല്ലായിരുന്നു. പ്രൈം ഇല്ലാതെ വന്നപ്പോൾ അത് ഫ്രൈഡേ ഫെബ്രുവരി 10 വരുമെന്നായിരുന്നു. നേരെ എനിക്ക് ഫെബ്രുവരി 15 എനിക്കൊരു എക്സാം ഉണ്ട് ആ സെയിം കോഴ്സിൻ്റെ. അന്നേരത്തേന് ഞാനോർത്തോ 10 വന്നു കഴിഞ്ഞാൽ പിന്നെ 15 എക്സാം വരും, അന്നേരം 5 ദിവസമേ ഉള്ളൂ ആ ടെക്സ്റ്റ് ബുക്ക്, അന്നേരം നമുക്ക് അതിന് മുന്നേ വേണമായിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അന്നേരം ഞാൻ മറ്റേ പാട്ട് പാടി. അന്നാ മറ്റേ ആൻറ്റിക്ക് സ്ലൈഡ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ സാക്ഷ്യം, സ്ലൈഡോ എന്തോ പുറത്തുനിന്ന് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ ആ പാട്ട് പാടി, പരിശുദ്ധാത്മാവേ എൻ്റെ ടെക്സ്റ്റ് പെട്ടെന്ന് വരണേ, പരിശുദ്ധാത്മാവേ എൻ്റെ ടെക്സ്റ്റ് പെട്ടെന്ന് വരണേ എന്ന്. ഏതായാലും ഇന്ന് ഞാൻ ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേന് എൻ്റെ ടെക്സ്റ്റ് വന്നു, ഡെലിവർ ചെയ്തു. അതുകൊണ്ട് ആമസോൺകാർ എനിക്ക് ഇമെയിൽ ചെയ്തേക്കുന്ന ഫ്രൈഡേ ഫെബ്രുവരി 10 വരുള്ളൂന്നാണ്. പക്ഷെ എനിക്ക് 4-ാം തീയതി തന്നെ വന്നു. കർത്താവ് പരിശുദ്ധാത്മാവ് എൻ്റെ ടെക്സ്റ്റ് എനിക്ക് പെട്ടെന്ന് കൊണ്ടുവന്നു. എന്റെ സ്ക്രീൻ ടെസ്റ്റ് അയച്ചു തന്നിരിക്കുകയാണ്. സ്തോത്രം. 10-ാം തീയതി വരത്തുള്ളൂ. പ്രൈം, ആമസോണിന്റെ പ്രൈം അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് 10-ാം തീയതി വരത്തുള്ളൂ എന്ന് പറഞ്ഞത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്റെ ടെക്സ്റ്റ് കൊണ്ടുവരണേന്ന് പാടിയപ്പം
സ്തോത്രം. അടുത്തിരിക്കുന്ന ഡിവൈസ് നോക്കിയിട്ട് പറ, ബി പ്രാക്ടിക്കൽ മാൻ, ബി പ്രാക്ടിക്കൽ. ഹല്ലേലൂയ, സ്തോത്രം. ഈ സഭായോഗത്തിന് മാത്രം പാടുന്ന പാട്ടല്ല ഇത്. നിങ്ങളുടെ ആവശ്യത്തിൽ കൂടെയുള്ള പരിശുദ്ധാത്മാവിനോട് സ്തോത്രം. ഈ എഫേസ്യർ രണ്ടാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ക്രിസ്തുവേശുവിലുള്ള വാത്സല്യത്തിൽ, ക്രിസ്തുവേശുവിലുള്ള വാത്സല്യത്തിൽ എന്നൊരു വാക്കുണ്ട്. അപ്പൊ വാത്സല്യം എന്ന് പറയുന്നത് സ്തോത്രേ ജനിപ്പിക്കുന്നവർക്കുണ്ടാകുന്ന വലിയൊരു ഇതാണ്. ഇപ്പം അപ്പനും അമ്മയ്ക്കൊക്കെ മക്കളോട് തോന്നുന്നതാണ്. അപ്പം നമ്മളെ ജനിപ്പിച്ച ദൈവാത്മാവ്, നമ്മളെ ദൈവാത്മാവിനാൽ ജനിച്ചവരാണ്. അപ്പൊ ആ ദൈവാത്മാവിന്, അതുകൊണ്ടാണ് നമ്മള് സ്തോത്രം ആശീർവാദം പറയുമ്പോൾ എടുത്തു പറയുന്നവരെയാണ് പരിശുദ്ധാത്മാവിന്റെ വാത്സല്യം. ഇത് വലിയൊരു സംഭവമാണ്. ഈ വാത്സല്യം തോന്നിയാൽ പിന്നെ ഒരു രക്ഷയില്ല. വാത്സല്യം തോന്നിയാൽ പിന്നെ കുഴപ്പവും കാണത്തുമില്ല, എല്ലാം അങ്ങോട്ടൊരു സ്നേഹം, കുറവും കാണത്തില്ല, കുഴപ്പവും കാണത്തില്ല. ആ വാത്സല്യത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ. അതുകൊണ്ട് ഈ കൊച്ചു പിള്ളേരൊക്കെ കൊഞ്ചുന്ന കണ്ടിട്ട് മായ ഇന്ന് വേണമെന്നൊക്കെ പറഞ്ഞ പോലെ താടികളൊക്കെ പിടിച്ച് എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിനോട്, തോമസിന്റെ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. പരിശുദ്ധാത്മാവേ, കൊച്ചുപിള്ളേര് പറയുന്ന പോലെ, കൊഞ്ചുന്ന പോലെയാണ്. എന്റെ ആ ഇതൊന്ന് തരണേ. ഈ നമ്മള് വലിയ പ്രാർത്ഥനക്കാരും വലിയ മസിൽ പിടിച്ചൊന്നും നടക്കാതെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് സിംപ്ലിസിറ്റി എപ്പോഴും ഏറ്റവും സിംപ്ലിസിറ്റി. ഇപ്പം മിരിയാനി പറഞ്ഞതിൻ്റെ അകത്ത് ഒരു കാര്യം അതിനകത്ത് ഞാനൊന്ന് ക്ലിയർ ആക്കാം. ഞാൻ എന്നാളത് പറഞ്ഞായിരുന്നു. യാക്കോബിന്റെ ലേഖനത്തിലാണ് ദൈവത്തോട് അടുത്ത് വരുവീൻ, എന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരും. അത് വാസ്തവത്തിൽ മനുഷ്യന്റെ ഒരു കൺസെപ്റ്റ് അല്ലേ. നീ എന്നോട് അടുത്ത് വന്നാൽ ഞാൻ നിന്നോട് അടുത്ത് വരും. അപ്പം അത് അങ്ങനെയാണെങ്കിൽ പാപികളായ നമ്മുടെ അടുക്കൽ ഒരിക്കലും ദൈവത്തിന് വരാൻ പറ്റത്തില്ല. നമ്മളാരും ദൈവത്തെ അന്വേഷിച്ച് പോയവരുമല്ല. അപ്പം സ്വത്രം ഒരിക്കൽ കർത്താവിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കി തന്നത്, കാരണം മനുഷ്യന്റെ കണ്ടീഷനാണ്. നീ എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ എന്റെ വീട്ടിൽ വരും, അത് മനുഷ്യന്റെ കണ്ടീഷനാണ്. പക്ഷേ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ നിൽക്കുമ്പം സാഹചര്യങ്ങൾ വന്നു. എന്ത് ചെയ്തു? സാഹചര്യങ്ങൾ വന്നു. തന്റെ നോട്ടം മുഴുവൻ കർത്താവിൽ നിന്ന് തിരിഞ്ഞ സാഹചര്യങ്ങളിലേക്കായിരുന്നു. ആ സാഹചര്യങ്ങളുടെ ഭീകരത കണ്ടുകൊണ്ടായിരിക്കും തന്റെ നോട്ടം കർത്താവിൽ നിന്ന് മാറി സാഹചര്യങ്ങളിലേക്കായി. ചുരുക്കം പറഞ്ഞാൽ തിരിഞ്ഞപ്പം, ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരാൾ നിൽക്കുക, പക്ഷെ നിങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരിക്കലും കാണുകയില്ല. കാരണം ആ വ്യക്തി നിങ്ങളുടെ പുറകിലായിരുന്നു. പിന്നെ നിങ്ങൾ കാണുന്ന മുഴുവൻ ഇപ്പുറത്തെ സൈഡ്. എന്നാൽ കർത്താവിന്റെ ശബ്ദം കേട്ട് താൻ തിരിഞ്ഞപ്പോൾ, അല്ലെ, തന്നോട് സംസാരിച്ച നാദം എന്ന് നിൽക്കാൻ താൻ തിരിഞ്ഞപ്പോഴാണ് കർത്താവ്. തിരിഞ്ഞപ്പോ മനസ്സിലായി കർത്താവ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചില സാഹചര്യങ്ങൾ നമ്മൾ തിരിഞ്ഞു പോയതാണ്, കർത്താവ് എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ തിരിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി യേശു ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കർത്താവിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് ഓൾറെഡി അവിടെ ഉണ്ട്. ഒന്ന് തിരിഞ്ഞാൽ മതി ആ വിഷയത്തിൽ. യേശു അവിടെ ഉണ്ട് എപ്പോഴും. സ്തോത്രം. അല്ലെങ്കിൽ അവര് പടകിട്ടേച്ച് പോയപ്പോഴും കർത്താവ് കരയിൽ മീനും നല്ല ഫ്രൈ ചെയ്ത മീനും അപ്പൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. സോ ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ സ്തോത്രം, കർത്താവിന്റെ സാന്നിധ്യം. ചുമ്മാ പരിശുദ്ധാത്മാവിന് പറയാൻ നിങ്ങളുടെ ആവശ്യം എന്താ എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളോട് പറയും, ഈ ദിവസങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന കുഞ്ഞുങ്ങളെ, എന്റെ പരിശുദ്ധാത്മാവേ ഈ മാത്സ് ഒന്ന് പഠിപ്പിക്കണേ, ഇനി ഒന്ന് പറഞ്ഞു തരണേ എന്നൊക്കെ സിമ്പിൾ. ഈ വൈക്കൻ ഡയസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സിംപ്ലിസിറ്റിയാണ്. യേശുമായിട്ടുള്ള ആ ലളിതമായ ബന്ധം, സിമ്പിൾ ആയിട്ടുള്ളത്, ഒരു നിയമവും ഇല്ല, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഞാൻ അശോംബ്രാറിന്റെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അശോംബ്രാറിന്റെ ആക്ഷൻ. ഇങ്ങനെ അശോംബ്രാർ ആക്ഷൻ കാണിച്ചേ, എന്റെ പരിശുദ്ധാത്മാവേ ആ സിംഹം തപ്പിത്തരണ്ടേ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഏത് തിയോളജി കിട്ടും, ഏത് BTH പഠിച്ചാൽ ഇത് കിട്ടും? കിട്ടത്തില്ല. ഈ സിംപ്ലിസിറ്റി കിട്ടണമെങ്കിൽ യേശുമായിട്ട് അതുപോലെ വ്യക്തിബന്ധത്തിലുള്ളവർക്കേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സോ അതുകൊണ്ട് ഓർത്തോണം, എന്താ നിങ്ങളുടെ ആവശ്യം ഇന്ന്? എന്താ അത്? പരിശുദ്ധാത്മാവിനോട് തോമസ് പാടിയ പോലെ പാടിക്കണം. എന്റെ പരിശുദ്ധാത്മാവേ സ്തോത്രം, ഇതൊന്ന് സെറ്റ് ചെയ്ത് തരണേ. ആ സെറ്റായിരിക്കും, കൂടെ ഉണ്ട്. ചെയ്ത് നോക്കി. ഒന്നുകൂടെ അടുത്തിരിക്കുന്ന ഡിവൈസ് നോക്കി. ബി പ്രാക്ടിക്കൽ മാൻ. ഇഷ്ടം ഇങ്ങനെ താടിക്കൈ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. പ്രാക്ടിക്കൽ ആയിരിക്കണം. പ്രാക്ടിക്കലായിട്ട് ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. സോ ഇനി അത്ഭുത സാക്ഷ്യങ്ങളുണ്ട്. ഓക്കെ, ഇന്നലെ നമ്മുടെ ആയങ്കുടിയിലുള്ള, കടത്തുരുത്തി ആയങ്കുടിയിലുള്ള ബാബുറരും വിജയമസോരി, അവരുടെ മോന് കർത്താവ് യൂറോപ്പിലേക്ക്, സ്തോത്രം, സ്വീഡനിലേക്ക് അത്ഭുത വഴി തുറന്നു. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ അവിടെ പോയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ
പോയ സമയത്ത് നമ്മുടെ സജോൺ ബ്രദറും ഞാൻ 3 മണിയായപ്പോ പോയി, ജോലി ബ്രദർ വൈകുന്നേരം പോയി. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കിന് സജീവൻ ബ്രദർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നു. കണ്ണൊക്കെ ഇങ്ങനെ എല്ലാം വിടർന്ന വലിയ അത്ഭുതത്തില്, എന്തോ വലിയ അത്ഭുതം നടന്നിട്ടിരിക്കുക. ബ്രദറെ പെരുകേറി വർദ്ധിക്കുന്ന ഞങ്ങളിപ്പോ 2-3 ആഴ്ചയാണ് ഞങ്ങൾ സഭയെ അത് തന്നെ പറഞ്ഞു. ഇത് ഏറ്റെടുത്തവർക്കായി സ്തോത്രം. നിങ്ങൾ ഇത് പറയാം. എത്ര പേര് ഇവിടെ പറയുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതം നിശ്ചയമായിട്ടും കണ്ടിരിക്കും. അത് ഉറപ്പെനിക്കാണ്. കാരണം പരിശുദ്ധാത്മാവ് തന്ന വേർഡ് എന്റെ ബുദ്ധി എന്ന് പറഞ്ഞല്ല, എനിക്ക് നല്ലപോലെ. അപ്പം ഇങ്ങനെ പറഞ്ഞു 3 ആഴ്ചയായിട്ട് സഭയിൽ ഇത് തന്നെ പറയുന്നു. അദ്ദേഹം അതന്നെ, ഇദ്ദേഹം മോർണിംഗ് പ്രേയറിലൂടെ പോകുന്നുണ്ട്, അവിടെ എല്ലാം പറയുന്നുണ്ട്. ഞാൻ തൃശ്ശൂർ എന്നപ്പോഴത്തേന് അവൾക്ക് ഓൾറെഡി മറുപടി കിട്ടി. പറഞ്ഞു സോന, ഇത് അവരെല്ലാം രക്ഷപ്പെടട്ടെ. ആമേൻ. സോ അങ്ങനെ പറഞ്ഞു. അത്ഭുത സാക്ഷ്യം എന്റെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു. സാക്ഷ്യം കണ്ടു. ഞാനത് വീഡിയോ അയച്ചു തരാൻ പറഞ്ഞു. സജീവംബര വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. സ്തോത്രം. രംഗസോരി നമ്മുടെ സജീവംബരന്റെ അത്ഭുത സാക്ഷ്യം പെരുകി ഏറി വർദ്ധിച്ച സാക്ഷിയാണ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ദേവദാസന്മാരിലൂടെ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും ഒരു വാക്തത്വമോ വചനമോ പറഞ്ഞാൽ അത് ആര് പൂർണ്ണ ഹൃദയത്തോടെ മനസ്സോടെ ഏറ്റെടുക്കുന്നോ അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുക തന്നെ ചെയ്യും എന്നുള്ളൊരു തെളിവാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. 2022 നമ്മുടെ വിനോദപരിലൂടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്, തളിർക്കും പൂക്കും ഫലം കായ്ക്കും. പരിശുദ്ധാത്മാവ് ആ വാക്ക് പറഞ്ഞപ്പോൾ ഞാനത് എന്നോടാ പറഞ്ഞത്. വിനോദപര പറയുന്ന ഒരു വചനമായിട്ടല്ല, ദൈവം കർത്താവ് എന്നോട് സംസാരിക്കുന്നു എന്നുള്ളത് ഞാനത് ഏറ്റെടുത്തു. പ്രിയമക്കളെ, അറിയാലോ, 24 വർഷമായിട്ട് ആഗ്രഹിച്ചതാണ് ഒരു 3 സെന്റ് സ്ഥലമെങ്കിലും വാങ്ങിക്കാൻ. എന്നാൽ കേട്ടോണം, 2.5 ലക്ഷം രൂപ പറഞ്ഞിട്ടും കൊടുക്കാതിരുന്ന സ്ഥലം 1 ലക്ഷം രൂപ വെച്ച് 11.25 സെന്റ് സ്ഥലം എൻ്റെ കർത്താവ് എനിക്ക് തന്നു 2022. എന്നാൽ പുതിയ വാക്തത്വം പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ പെരുകും ഏറും വർദ്ധിക്കും. ആ വാക്തത്വം പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞു വിടാൻ പക്ഷേ എളുപ്പമാണ്. പക്ഷെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ചു. ഞാൻ മാനുഷിക ബുദ്ധിയിൽ നോക്കിയാൽ ഒരു കാര്യം ഉറപ്പാ, ഒന്നും നടക്കത്തില്ല. എന്നാൽ കർത്താവ് ഇതെന്നോട് പറയുന്നതിൽ അതിനകത്ത് എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിച്ചു. 3 ആഴ്ചയായിട്ട് ഞങ്ങൾ ചർച്ചിൽ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പെരുകും ഏറും വർദ്ധിക്കും. ഈ കഴിഞ്ഞ ദിവസം വിനോദോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു, കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവദാസനിലൂടെ ഇത് പറയുന്നത്. ഞാനത് വിശ്വസിച്ചു. പ്രിയ മക്കളെ പറയട്ടെ, കാനഡയിൽ നിന്നും കർത്താവ് എനിക്ക് തന്നതാണ്. കർത്താവ് ഈ തന്ന ഡോളറാണിത്. ഇത് 15,000 രൂപയാണ്. എനിക്ക് ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഈ വാക്തത്വം വിളിച്ചു പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ പെരുകി ഏറി വർദ്ധിച്ചു. ഇന്ന് കേൾക്കുന്ന പ്രിയ മക്കളോട് പറയാം, ദൈവദാസന്മാർ ഒരു വാക്തത്വം പറഞ്ഞാൽ അത് ആര് ഏറ്റെടുക്കുന്നോ അവരുടെ ജീവിതത്തിൽ അത് ഉണ്ടാകും. ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ഞങ്ങൾക്ക് കൊണ്ട് വിതച്ചതാ. ഇതിന് സാക്ഷിയായത്. കാരണം എവിടുന്ന് വരുന്നത് എങ്ങനെയാണെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ദൈവദാസന്റെ നാവിൽ നിന്ന് വന്ന വാക്കാണെങ്കിൽ അത് പരിശുദ്ധാത്മാവ് അത് ചെയ്യും. സ്തോത്രം. ഇന്ന് ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും. വേണ്ടവരൊക്കെ പിടിച്ചോണം. ഹല്ലേലൂയ. സ്തോത്രം. അന്ന് ഒരു ദിവസം പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു ഇതായിരുന്നു, പത്രോസിന്റെ പടകിൽ. സ്തോത്രം. അന്ന് വരെ ഗലീലക്കാർ കാണാത്ത വ്യത്യസ്തമായ മീനുകൾ കയറിയതുപോലെ. സ്തോത്രം. നിങ്ങളുടെ അക്കൗണ്ടിൽ ഇന്ത്യൻ കറൻസികൾ മാത്രമല്ല, സ്തോത്രം, അല്ല വിദേശ കറൻസികൾ, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കറൻസികൾ കർത്താവ് കയറ്റുമെന്ന് പറഞ്ഞു. ഇവിടെവരെ വേണമെങ്കിൽ അത് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്താൽ സ്തോത്രം ഇന്ത്യൻ മണിയായിട്ടേ അക്കൗണ്ടിൽ കയറത്തുള്ളൂ. പക്ഷെ പറഞ്ഞ വാക്ക് പരിശുദ്ധാത്മാവ് അതുപോലെ തന്നെ. സ്തോത്രം. കാനഡയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി. സ്തോത്രം. ഈ അപ്പോസ്തലന്റെ കൈകളിലേക്ക് എത്തിയെങ്കിൽ സ്തോത്രം പെരുകി ഏറി വർദ്ധിക്കും. സ്തോത്രം. ഇനിയും സ്തോത്രം, ഇനിയും അത്ഭുതം. ഞാൻ പറഞ്ഞു, ഇത് കാണിക്കുന്നതിന്റെ കാരണം എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ഈ വിശ്വാസം വർദ്ധിക്കണം. ഈ സീസണിൽ വീട് പണിയേണ്ടവർ പണിതോണം. സ്തോത്രം. സ്ഥലം വാങ്ങിക്കേണ്ടവർ വാങ്ങിച്ചോണം. വണ്ടി വാങ്ങിക്കേണ്ടവർ വാങ്ങിച്ചോണം. സീസൺ കഴിഞ്ഞിട്ട് പിന്നെ സ്തോത്രം ഓഫർ ഉണ്ടോന്ന് ചോദിച്ചു എന്നിട്ട് കാര്യമില്ല. സ്തോത്രം. സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ സ്തോത്രം. നമ്മുടെ സനോജ് ബ്രദർ പിന്നെയും സാക്ഷ്യങ്ങൾ എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. സനോജ് ബ്രദർ ഈ സീസണ് നല്ലപോലെ വാരിയെടുക്കുന്ന ഒരു സഹോദരനാണ്. അശോക് ബ്രദറും ചില പുള്ളികൾ ഈ സീസൺ അങ്ങ് നല്ലപോലെ അങ്ങ് ഏറ്റെടുക്കുന്ന എനിക്കറിയാം. സ്തോത്രം. എനിക്ക് എവിടുന്നാണ് സീസണിൽ കൂടുതൽ എവിടെയാ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. സ്തോത്രം. ചേർത്തലയിൽ നിന്നാണോ, കടുത്തുരുത്തിൽ നിന്നാണോ, വെള്ളൂരിൽ നിന്നാണോ? സ്തോത്രം. സീസണിൽ എല്ലാവരും ആഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സഭകളിൽ നിന്ന് സാക്ഷികൾ വരാൻ തുടങ്ങിയിട്ടില്ല. വന്നോളൂ. നിങ്ങൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, പറയണം എന്ന് ഞാൻ ദൈവാസന്മാരോട് എല്ലാം സ്നേഹം ഓർപ്പിക്കുകയാണ്. ഇത് ഗൗരവമായിട്ട് തന്നെ എടുത്ത് നിങ്ങൾ അത് ചെയ്യണം ഈ സീസണെ. സ്തോത്രം. ആമേൻ. അതിന് ആ കാര്യങ്ങൾ തന്നെ പറയണം. അവർ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ അത്ഭുത സാക്ഷ്യം കേട്ടു. സ്തോത്രം. പെരുകി, എല്ലാവരും പറഞ്ഞ് പെരുകി ഏറി വർദ്ധിക്കും. അല്ലെ, നമ്മുടെ ജിഷാ സൗരി മനോഹരമായ ഒരു ഗാനമുണ്ട്, പെരുകി ഏറി വർദ്ധിക്കും
ഞാൻ പെരുകിയേറി വർദ്ധിക്കും. ഞാനും എന്റെ കുടുംബവും പെരുകിയേറി വർദ്ധിക്കും. ആമേൻ, ആമേൻ. സോ അങ്ങനെ അത്ഭുത സാക്ഷി എനിക്കുണ്ട്. ഇന്നലെ ഈ സാക്ഷ്യം കേട്ടു സഹോദരരെ തിരിച്ചു വരുന്ന വഴിക്ക് പെരുകിയേറി വർദ്ധിക്കുന്ന സാക്ഷ്യം ഞങ്ങൾക്കും ഉണ്ടായി. ഞാൻ സോറി, ഫോട്ടോ ഒന്ന് കാണിക്കാമോ? സ്തോത്രം. ഇന്നലെ പെരുകിയേറി വർദ്ധിച്ചു ഒരു ഫുൾ ബിഗ് സ്റ്റോപ്പറസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കർത്താവ് തന്നു. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. 3 പാന്റ്, 2 ഷർട്ട്, പിന്നെ ഒരു ടീഷർട്ട്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒരു ബിഗ് സ്റ്റോപ്പർ നിറച്ച സാധനങ്ങൾ കർത്താവ് സ്തോത്രം പെരുകി ഏറി വർദ്ധിപ്പിച്ചു. ഹല്ലേലൂയ. 3 പാന്റും സ്തോത്രം, ആമേൻ, 2 ഷർട്ട്, ഒരു ടീഷർട്ട്, ഫുൾ ബ്രാൻഡഡ് സാധനങ്ങൾ. ആമേൻ. ഓക്കെ, ഒന്ന് മാറ്റാവോ? എല്ലാ ഐറ്റവും എന്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. ഒരു ബിഗ് സ്റ്റോപ്പർ ഫുള്ള് സാധനങ്ങൾ പെരുകി ഏറി വർദ്ധിക്കും. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് അനുഭവിക്കും. ഹല്ലേലൂയ. വേണ്ടവരൊക്കെ പിടിച്ചോണം. നിങ്ങൾക്കുള്ള ബിഗ് സ്റ്റോപ്പറുകൾ ഒക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം. സനോജ് ബ്രദറെ, അടുത്ത സാക്ഷി, ബാക്കി സാക്ഷിയോട് പറഞ്ഞു. ഓക്കെ, PCC കിട്ടിയ സാക്ഷ്യം, ശമ്പളത്തിൽ വർധന ഉണ്ടായ സാക്ഷ്യം. ഇപ്പോൾ ചേർത്തലയിലെ സനേജ് ബ്രദർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് സലീം ബ്രദർ ഉണ്ട്, ശോഭൻ ബ്രദർ ഉണ്ട്. അങ്ങനെ ഞങ്ങളും പുറകെ ഉണ്ട്. ബ്ലോസം ഇൻ ജീസസ്. ഞാനിപ്പോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഒരു PCC ആവശ്യമുണ്ട്. PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അത് നമ്മുടെ പേര് കേസൊന്നും ഇല്ല, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആണത്. അപ്പൊ ഞാൻ മുന്നമേ വർക്ക് ചെയ്ത മാക്ഡോൾ എന്ന് പറഞ്ഞ കമ്പനി പൂട്ടി അതിന്റെ പേരിലൊരു കേസ് ഉണ്ടായിരുന്നു എനിക്ക്. അതായത് ആ കമ്പനി പൊളിച്ചോണ്ട് പോകുന്ന സമയത്ത് ഞങ്ങളിൽ നിന്ന് വണ്ടി തടഞ്ഞു. അപ്പൊ അതിന്റെ പേരിലൊരു കേസ് ഉണ്ടായിരുന്നു. ഈ ജനുവരി ആയപ്പോ എന്റെ ഇപ്പോഴത്തെ കമ്പനിയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു PCC വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇപ്പൊ കേസ് ഉണ്ടല്ലോ, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിനോദ് വേറിന്റെ വീട്ടിലൊരു ഈ ജനുവരിയിൽ യാദൃശ്യമായി ഞങ്ങൾ കടന്നു ചെന്നത്. വിനോദറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടുന്ന സമയത്ത് വിനോദർ ജോലിയുടെ കാര്യം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ജോലി കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. പക്ഷെ വിനോദ ഇപ്പൊ ഒരു സംഭവം, ഒരു PCC വേണം, അതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒരു കേസ് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. വിനോദർ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. എന്നിട്ട് വിനോദർ പറഞ്ഞു ഇങ്ങനെയാണ് സനോവർ അത് ഉടനെ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ആമയം പറഞ്ഞ് ഏറ്റെടുത്തു. ഇത് എവിടുന്ന് എന്ത് സംഭവം, ഒരു പോസിറ്റീവ് വരും അല്ലെങ്കിൽ ആര് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് നടക്കായിരുന്നു. വിനോദ് ബ്രദർ യാദൃശ്യമായിട്ടാണ് ചോദിച്ചത്. ആമയം പറഞ്ഞ് ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നിന്നു. ഇത് കഴിഞ്ഞെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഇവിടെ പോയി നോക്കിയപ്പോഴാണ് ഇത് PCC വന്നിരിക്കുന്നത്. ഞാൻ അതിനിടയ്ക്ക് തന്നെ ഈ പോലീസ് സ്റ്റേഷന്റെ വാതിക്കൽ കൂടി പോകുമ്പോ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അനുഗ്രഹിച്ച്. പോലീസുകാരും അവിടുത്തെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, അതിനൊക്കെ എനിക്കറിയാം, അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഞാൻ അക്ഷയ ചെന്ന് നോക്കിയപ്പോൾ ആ PCC കിട്ടി. പക്ഷെ ഞാൻ ഒരു പോലീസുകാരനോട് ചോദിച്ചു, ഞാൻ പോലീസുകാരനോട് ചോദിച്ചോ അത്ഭുത സാക്ഷ്യമാണ്. ആ കേസ് ഉണ്ടെങ്കിൽ അതൊരിക്കലും PCC കിട്ടത്തില്ലെന്നായിരുന്നു. പക്ഷെ കർത്താവ് അത്ഭുതം ചെയ്തു. ആ PCC കിട്ടി. ഞാനത് ചെന്നൈക്ക് അയച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഈ വർഷത്തെ പെരുകേറും വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ ഇത് വന്നപ്പോഴാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നോക്കി. ഞാനത് പെരുകേറി വിനോബർ പറഞ്ഞപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, ഇവിടെ ഈ സീറ്റിലായിരിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ അത് നിങ്ങൾ പറയാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എന്റെ അക്കൗണ്ട് നോക്കി ATM നോക്കിയിട്ട് എന്റെ മനസ്സിൽ ഓർത്തിട്ട് പറഞ്ഞു പെരുകി അത് വർദ്ധിക്കുമെന്ന് പറഞ്ഞു. ഈ പഴയ കമ്പനിയിൽ തന്നെ കേസുള്ളപ്പോൾ ഒരിക്കലും കിട്ടിയാലെന്ന് പ്രതീക്ഷിച്ചിരുന്ന കാശായിരുന്നു അക്കൗണ്ടിൽ വന്നത്. ആ ക്യാഷ് അക്കൗണ്ടിൽ വന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ ഇതിന് മുന്നമേ പറഞ്ഞതാണ്, ഗോൾഡ് സ്വർണ്ണം എല്ലാം പണയത്തിലായിരുന്നു. ആ പണയം അത് മുഴുവൻ എടുത്തു, ഗോൾഡ് വാങ്ങിച്ചു. അതിന്റെ പിറ്റേ ദിവസമാണ് വിനോദ് വീണ്ടും പറയുന്നത്, നിങ്ങളുടെ ആവശ്യം എന്താണോ, നിങ്ങൾക്ക് സ്വർണമാണോ, നിങ്ങളുടെ കഴുത്തിൽ മാലയുണ്ട്, അതിൽ പിടിച്ചിട്ട് നിങ്ങൾ പറയാൻ പറഞ്ഞു വർദ്ധിക്കുമെന്ന് പറയാൻ പറഞ്ഞു. എന്റെ കഴുത്ത് ഒരു മാലയോ ഒന്നുമില്ല. പക്ഷെ ഞാൻ ജീവിത പങ്കാളി അടുത്തില്ലെങ്കിലും ആ കൈ മനസ്സിൽ ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ഇതിൽ വർദ്ധിക്കുമെന്ന് പറഞ്ഞു. ഉടനെ അതിന്റെ പിറ്റേ ദിവസം ക്യാഷ് വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ പോയി ഗോൾഡ് എടുക്കാനുള്ള കൃപ വന്നു. അത് കഴിഞ്ഞ് വീണ്ടും വിനോദർ വീണ്ടും പെരുകേറി വർദ്ധിക്കുമെന്ന് പറഞ്ഞു.
പിന്നെ വർദ്ധിക്കുമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ അക്കൗണ്ടിൽ നോക്കി വീണ്ടും പറഞ്ഞു വർദ്ധിക്കുമെന്ന്. പക്ഷെ എനിക്ക് ഫെബ്രുവരി തൊട്ട് വീണ്ടും എന്റെ ശമ്പളം വർദ്ധിച്ചു. 1000 രൂപ കൂടി വർദ്ധിച്ചു. കർത്താവ് അത്ഭുതം ചെയ്തു. അതൂത് അതേപടി, അതായത് കുഞ്ഞു കൊച്ചെടുക്കണ പോലെ പ്രതീക്ഷ ഉണ്ടോ ഇല്ലയോ എന്നല്ല, വർദ്ധിക്കുമെന്ന് കർത്താവ് ഒന്ന് മുമ്പിൽ നിന്ന് പറയുന്ന പോലെ. നമ്മൾക്ക് ഒന്നിനെ പറ്റി ഒന്നും അറിയത്തില്ല, പക്ഷെ കർത്താവ് പറയുന്നു അല്ലെ. നമ്മുടെ അച്ഛൻ എന്ന് കുഞ്ഞു പറയുകയാണ്, ഞാൻ നിനക്കിന്ന് മിഠായി വാങ്ങിച്ചോണ്ട് വരാന്ന് പറയുമ്പോ കുഞ്ഞ് കാത്തിരിക്കുന്ന പോലെയാണ്. വൈകുന്നേരം വരുമ്പോ അത് വാങ്ങിച്ചോണ്ട് വരും. അതുപോലെ തന്നെയാണ്, എനിക്ക് വേണോ അപ്പാന്ന് പറയുമ്പോ എന്റെ അപ്പം തരും. കർത്താവ് വലിയ കാര്യം ചെയ്തു. സരോവര പറഞ്ഞ സാക്ഷ്യത്തിനകത്ത് തന്റെ കൂടെ ഇതേ കേസിൽ ഉണ്ടായിരുന്നവർക്ക് സെമൻസ് വന്നു. നിങ്ങൾ ഓർത്തുന്ന സെമൻസ് വന്നു. ഇദ്ദേഹത്തിന് സെമൻസ് ഉണ്ടെന്ന് പോലീസുകാരെ വിളിച്ചു പറഞ്ഞു. എന്നാൽ അവര് ചേർന്ന് പ്രാർത്ഥിച്ച് അതിനെ ക്യാൻസൽ ചെയ്തു. നിങ്ങൾക്ക് ഓർത്ത് നോക്കിയാൽ അങ്ങനെ ഒരു പേപ്പർ കിടക്കുകയാണെങ്കിൽ PCC കിട്ടത്തില്ല. പക്ഷെ PCC കിട്ടി. ഞാൻ വിശ്വസിക്കുന്നു അത് കൈയെഴുത്തിനെല്ലാം മായ്ച്ചു കളഞ്ഞു. ഞാൻ ഇന്നലെ നമ്മുടെ ഒരു സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. ഇതുപോലെ തന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു. ഒരു ഫൈൻ, മിഡിൽ ഈസ്റ്റിലുള്ള ഒരു ഫൈനിന്റെ കാര്യത്തിന് വേണ്ടി പെട്ടെന്ന് കർത്താവിന്റെ ഉള്ളിൽ പറയായിരുന്നു, യേശു എന്താ ചെയ്തേ, നമുക്ക് വിരോധമായിരുന്ന കൈയെഴുത്തുകൾ യേശു മായ്ച്ചു കളഞ്ഞു. സ്തോത്രം. കർത്താവ് പറഞ്ഞു, കർത്താവ് ചെയ്യുന്നെങ്കിൽ നമുക്കും ചെയ്യാം. പെട്ടെന്ന് എന്നോട് പറയാം, നമുക്ക് മായ്ക്കാൻ പറ്റും അല്ലേ. നമുക്ക് ഞാൻ വീണ്ടും നിങ്ങളോട് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ദൈവം ഭൂമിയോട് പറഞ്ഞപ്പോ ഭൂമി ഉണ്ടാക്കിയെങ്കിൽ, ഞാൻ കേട്ട ശബ്ദമാണ്, മോനെ ഞാൻ ഭൂമിയോട് പറഞ്ഞപ്പോൾ ഈ ഭൂമിയെ ഉണ്ടാക്കിയെങ്കിൽ ഈ ഭൂമിയുള്ള എന്തിനോടും നിനക്ക് കൽപ്പിക്കാം. നീ എന്റെ മകനാണ്, എന്തിനോടും നിനക്ക് അത് നിന്റെ ശബ്ദം അത് അനുസരിക്കും. അതുകൊണ്ട് പറയാം, കമ്പ്യൂട്ടറോട് പറഞ്ഞാൽ മതി, അത് മായ്ച്ചോളൂ. യേശുവിന്റെ നാമത്തിൽ മായ്ച്ചോളാൻ പറഞ്ഞാൽ മായ്ച്ചിരിക്കും എന്ന് പറഞ്ഞു നോക്കിക്കേ. നിങ്ങളുടെ സാഹചര്യങ്ങളോടൊക്കെ പറഞ്ഞേ. ആമേൻ. അങ്ങനെ സ്വത്ര വീണ്ടും വീണ്ടും സാക്ഷ്യങ്ങളിലൂടെ മുന്നേറുകയാണ്. പിന്നെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരുടെ അവര് ജാമ്യം എടുത്തായിരുന്നു ജനുവരി തന്നെ. എനിക്ക് സമൻസ് വന്നിട്ടുമില്ല ഇത് സെയിം കേസിൽ. ആമേൻ. ഓർത്ത് നോക്കി, എന്തൊരു അത്ഭുത അല്ലേ. എനിക്കൊന്ന് ആദ്യത്തെ പ്രാവശ്യം എന്തോ പോലീസുകാരൻ വിളിച്ചായിരുന്നു അല്ലേ, പുള്ളി വിളിച്ചല്ലേ സ്ഥലം ആദ്യത്തെ? അത് ഡിസംബറിലായിരുന്നു പോലീസുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, സമയന്റെ പേരിൽ ഒരു കേസുണ്ട്, സമൻസ് വന്നിട്ടുണ്ട്, അത് കൈപ്പറ്റണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ജീവിത പങ്കാളിയും കൂടി കൈകോർത്ത് പ്രാർത്ഥിച്ചു. യേശുനാഥത്തിൽ അതിനെ ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിക്കാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചു, പോലീസുകാരനെ വിളിച്ചപ്പോ പറഞ്ഞു, ഇന്നിപ്പോ ഇവിടെ ഇല്ല, ഞാനിവിടെ സ്ഥലത്തില്ല, പിറ്റേ ദിവസം വരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം വിളിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഫോൺ എടുക്കുന്നില്ല. പിന്നെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല. പിടിയിട്ടുന്നുണ്ടല്ലോ. ആ കാര്യത്തിലാണ് PCC കിട്ടിയിരിക്കുന്നത്. എന്തൊരു അത്ഭുതം. ആ അക്കൗണ്ടുകളെല്ലാം മായ്ച്ച്, ആ ഡോക്യുമെന്റ് മുഴുവൻ മായ്ച്ചു കളഞ്ഞു കർത്താവ്. സ്വത്രം. എന്നിട്ട് പറയാം, കർത്താവ് ചെയ്തത് എന്തും നമുക്ക് ചെയ്യാം. യേശു ചെയ്തത്, യേശു പറഞ്ഞു, ഞാൻ ചെയ്തത് നിങ്ങളും ചെയ്യും. അങ്ങനെയാണെങ്കിൽ സ്വത്രം. എന്തേലൊക്കെ എവിടെയൊക്കെ കിടപ്പുണ്ടെങ്കിൽ മായ്ക്കേണ്ടത് മായ്ച്ചോണം. സ്വത്രം. അത്ഭുത സാക്ഷ്യങ്ങൾ എനിക്ക് ഒത്തിരി അറിയാം. കമ്പ്യൂട്ടറിൽ നിന്ന് പലതും മാഞ്ഞു പോയത് എനിക്കറിയാം. അതുകൊണ്ട് സ്വത്രം, നിങ്ങൾ റെഡിയാകുക. ഹല്ലേലൂയ. സ്വത്രം. ആമേൻ. ഇനിയും പെരുകേറി വർദ്ധിച്ച സാക്ഷ്യങ്ങൾ പങ്കുവെക്കേണ്ടവർക്ക് പങ്കുവെക്കാം. സോറി, വേറെന്തെങ്കിലും ഞാൻ തന്നിട്ടുണ്ടോ? ഇത്രേ ഉള്ളൂ ബ്രദറെ. വൈഫ് ഹോസ്പിറ്റലായിരുന്നല്ലോ, എല്ലാരും പ്രാർത്ഥിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇന്നലെ ഡിസ്ചാർജ് ആയി, പൂർണ്ണ സൗഖ്യമായി. ആമേൻ. ഹല്ലേലൂയ. സൗഖ്യമാക്കിയതിനായി സ്തോത്രം. ഞാൻ പറയാം, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ സ്തോത്രം, ഇങ്ങനെയുള്ള പെരിയേറി വർദ്ധിക്കുന്ന സാക്ഷ്യങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യണം. സനുവറ എനിക്കൊന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചേക്കണേ. അത് നമുക്ക് ഇത് സൂക്ഷിച്ചു വെക്കാനാണ്. ഈ സീസണിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ അല്ലെ, നമ്മള് ഈ എന്തുമാത്രം അത്ഭുതങ്ങൾ പെരുകി തളുത്തുപുത്ത് ഫലം കായ്ക്കുന്ന സീസണെ ചെയ്ത് അതെല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്ത് നമുക്ക് വെക്കണം. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോസ് എല്ലാം അയച്ചു തരണം. നമ്മളത് സോറി അത് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഇനി ആർക്കെങ്കിലും സാക്ഷ്യം പങ്കുവെക്കാൻ അവസരം ഉണ്ടെങ്കിൽ പറയണമെങ്കിൽ അവസരമുണ്ട്. ബന്ധന പിടിക്കാൻ അവസരമുണ്ടോ? സ്വത്രം. മിനിസ് ലാസർ, സോറി, സ്വത്രം. എങ്ങനെയുണ്ട് ലാസർ ബ്രദർ? ഇപ്പൊ നടക്കാനായിട്ടൊക്കെ പറഞ്ഞു, നല്ല നടക്കാൻ തുടങ്ങി. എല്ലാ മഹത്വത്തിന്റെ കർത്താവ്. കഴിഞ്ഞ സീസണിൽ ഏറ്റവും അധികം അനുഗ്രഹങ്ങൾ അടിച്ചു മാറ്റിയ ഒരു സോറിയാണ് മിനി സോറി. ഞാൻ നോക്കി ഈ പ്രാവശ്യം ഈ സീസണിൽ മിനിസോറിയുടെ സാക്ഷ്യമൊന്നും കേട്ടില്ലല്ലോ. ഇങ്ങനെ കഴിഞ്ഞ ദിവസം ബ്രദറെ, പിന്നെ ഞാൻ ചേട്ടൻ BSNL ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴേക്കും ഒരാൾക്ക് ജാമ്യം നിന്നതായിരുന്നു. ഞങ്ങൾ ആ പൈസ അടച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്നാൽ ഇപ്പൊ അത് കേസ്
കിടക്കുകയായിരുന്നു. എന്നാൽ അതൊരു കാരണവശാലും ഞങ്ങളത് മറന്നു കളഞ്ഞതാ. എന്നുവെച്ചാൽ ഇനി കിട്ടത്തില്ലെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഞങ്ങളത് മറന്ന് കളഞ്ഞാണ്. എന്നാൽ ഇന്നലെ ശനിയാഴ്ച വൈകുന്നേരം അവിടുന്ന് വിളിച്ചിട്ട് പറയണം അത് വിധിയായി, ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു. എല്ലാ മഹത്വത്തിന്റെ കർത്താവിനെ. ഈ സീസണിൽ മിസ്റ്ററെ സ്തോത്രം, വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ, പെരുകേറി വർദ്ധിക്കട്ടെ. സ്തോത്രം, യേശുവിനാവട്ടെ. ഒത്തിരി സാക്ഷ്യങ്ങൾ അവിടുന്ന് പ്രതീക്ഷിക്കുന്നു, അവിടുന്ന് വരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. വേറെ ആരും അൺമ്യൂട്ട് ചെയ്തായിരുന്നല്ലോ? കൂടുതൽ ഒരു ബിന്ദു സോറി എന്നാ പറഞ്ഞത് പറയാം. അടുക്കളയില് പച്ചക്കറികളെല്ലാം വീട്ടിലെത്തിച്ചു തരുമായിരുന്നു. കംപ്ലീറ്റ് പച്ചക്കറികള്. പച്ചക്കറി ഒന്നും പറഞ്ഞേ, ഞങ്ങൾക്ക് മനസ്സിലായി. തേങ്ങ, പിന്നെ എന്തൊക്കെയാണ് പഴങ്ങള്, കംപ്ലീറ്റ് എന്തൊക്കെയാണ് ഒരു കിച്ചണിൽ വേണ്ട അതെല്ലാം ഇവിടെ എത്തിച്ചു തരുമായിരുന്നു. അവിടെ എല്ലാം എത്തിച്ചു തന്നോ? ആദ്യത്ര പറഞ്ഞുള്ളൂ, എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഞാൻ ആദ്യ ഭാഗം കേട്ടില്ല. സ്തോത്രം. വേണ്ട കംപ്ലീറ്റ് സാധനങ്ങള്, തേങ്ങ തൊട്ട് കംപ്ലീറ്റ് സാധനങ്ങള് വീട്ടിലെത്തിച്ചു തരുമായിരുന്നു. എന്റെ കർത്താവേ, ആമേൻ. പെരുകേറി വർദ്ധിക്കട്ടെ. അല്ലെങ്കിൽ അടുക്കളയിലോട്ട് വേണ്ടവരൊക്കെ, അടുക്കളയുള്ളവരൊക്കെ ഇതൊക്കെ പിടിച്ചോണം. സാക്ഷി കേൾക്കുമ്പോൾ അടുക്കളയുള്ളവർ പിടിച്ചാൽ മതി, അടുക്കളയില്ലെങ്കിൽ കുഴപ്പമില്ല. സ്തോത്രം. അടുക്കള വേണ്ടവരൊക്കെ പിടിച്ചോണം. പെരുകേറി വർദ്ധിക്കട്ടെ. അടുക്കളയിൽ വേണ്ട മൊത്തം സാധനം സ്തോത്രം അവിടെ എത്തിച്ചെന്ന്. ആമേൻ. സതീഷ് പേരെ ബ്രദറെ, 3 സാക്ഷിയുള്ളൂ. 60 സാക്ഷ്യങ്ങളുണ്ട് ജീവിതത്തിൽ, എങ്കിലും പറയാൻ പോകുന്ന 3 സാക്ഷ്യം. ഒന്ന്, എന്റെ ആരോഗ്യം ഈ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് ശാരീരമായിട്ടുണ്ടായിരുന്ന വിഷമവും പ്രയാസങ്ങളൊക്കെ പെരുകിയേറി വർദ്ധിക്കും. എന്റെ ആരോഗ്യം പെരുകിയേറി വർദ്ധിക്കും. ഇത് പറഞ്ഞു വിട്ടുകൊണ്ട് പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേന് അത്ഭുതരാം ശാരീരികമായ ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി. ഇന്ന് രാത്രി ആണെങ്കിലും കാലിന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അത്ഭുതകരമായിട്ട് എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്, ഇപ്പൊ വിനോദ് ബ്രദറ് ആ കിറ്റ് കാണിച്ചപ്പോഴത്തേന് ഞാൻ ഓർത്തത്, എന്റെ ജീവിതത്തിലും മക്കള് മുഖാന്തരാണെങ്കിലും കുറെ ഡ്രസ്സുകൾ, ഷിലാമ്മയ്ക്ക് ചുരിദാർ, അതുപോലെ തന്നെ ഞാൻ എന്റെ ഹൃദയത്തിൽ ആരും പറഞ്ഞൊന്നുമില്ല, സ്കെച്ചസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഹൃദയത്തിൽ ആഗ്രഹിച്ച് മക്കൾ വന്നപ്പോഴത്തേന് സ്കെച്ചസും കൊണ്ടുവന്നു. ഡ്രസ്സും സ്കെച്ചസും എല്ലാം പെരുകി കയറി വർദ്ധിച്ചു. അടുത്ത ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു സിമ്പിൾ ആയ കട്ടായി പോയോ? സോറി, സതീശ്വരനെ ഇപ്പൊ കാണുന്നില്ല ബ്രദറെ. ഓക്കെ, റേഞ്ച് പോയിക്കാം. അടങ്ങി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ പറയണേ. ഇപ്പൊ കേൾക്കാം. മൂന്നാമത്തെ സാക്ഷ്യം പറയുന്നില്ല. മൂന്നാമത്തെ, വാഷിംഗ് മെഷീന്റെ ഒരു വാൽവ് കംപ്ലൈന്റ് ആയിട്ട് അത് ഓവർഫ്ലോ ആയിരുന്നു. അത് മാറ്റാൻ വേണ്ടി പയ്യൻ വന്നു. അത് അഴിച്ചതിന് ശേഷം അതിന്റെ ഒരു വാഷർ ഉണ്ടായിരുന്നു. വാഷറിൽ ഇങ്ങനെ ഊരിയപ്പോഴത്തേക്ക് ചെറിയൊരു വാഷാ, അത് തെറിച്ചു. വർക്ക് ഏരിയയിൽ ഇരിക്കുന്ന സാധനം തെറിച്ചിട്ട് അപ്പുറത്ത് മാവ് സപ്പോർട്ടേക്ക് നിൽപ്പുണ്ട്. ഈ സാധനം അവിടെ എല്ലാം നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ ഞാൻ എന്റെ പരിശുദ്ധാത്മാവിനോട് പറയും, എന്റെ പൊന്നു പരിശുദ്ധാത്മാവി, എനിക്ക് ആ വാഷർ ഒന്ന് നോക്കി തരണേ എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ മോളും, സംജിത്തിന്റെ വൈഫ് ജിഷമോളും ഇതുപോലെ തന്നെ പറയാണ്, എന്റെ പൊന്നു പരിശുദ്ധാത്മാവ്, അതില്ലെങ്കിൽ അത് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ വാഷർ ഒന്ന് നോക്കി തരണേന്ന് പറഞ്ഞു. ബ്രദറെ, ഒരു പ്രതീക്ഷയില്ല, ആ സാധനം കണ്ടു കിട്ടത്തില്ല. ഒരു സപ്പോർട്ട് പറഞ്ഞിപ്പുണ്ട്, ഇനി അതേലങ്ങനെ തങ്ങിയെന്ന് ഓർത്തിട്ട് അങ്ങോട്ട് ഞങ്ങൾ എല്ലാരും പോയി ഒരു മരമൊക്കെ കുലുക്കി നോക്കിയാണ്, അതൊന്നും വീണുമില്ല, താഴെ കിട്ടിയില്ല. പക്ഷെ വർക്കേരിയുടെ അവിടെ കയറി നോക്കാനൊന്നും മനസ്സിൽ തോന്നി. അവിടെ നോക്കുമ്പോഴത്തേന് ആ കൂമ്പലയുടെ ഇടയ്ക്ക് പോയിട്ട് ഈ സാധനം ചേടിയിരിക്കുക. ചെറിയൊരു സംഭവം അവിടെ നിന്ന് ദൃഷ്ടിയിൽ പെട്ട് ആ സാധനം പരിശുദ്ധാത്മാവ് കാണിച്ചു തന്ന് സംഭവം ഫിറ്റ് ചെയ്ത് ഞങ്ങൾക്കത് വാഷിംഗ് മെഷീൻ റെഡിയാക്കി ഞാൻ യൂസ് ചെയ്യാൻ പറ്റും. എന്റെ പരിശുദ്ധാത്മാവേ, വാഷ് തപ്പിത്തരണേ, ഒന്ന് തപ്പിത്തരണേ. എന്ത് അല്ലെ, ഇത് പോകുന്നതും വീഴുന്നതും ഒക്കെ കണ്ടുകൊണ്ട് ഒരാൾ നിപ്പുണ്ട് അവിടെ. നമ്മുടെ എല്ലാത്തിനും ഉൽപ്പത്തി മുതൽ സകലത്തിന്റെയും ദൃക്സാക്ഷിയാ പരിശുദ്ധ. സകലത്തിന്റെയും ദൃക്സാക്ഷിയാ ഉൽപ്പത്തി മുതൽ എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് സ്തോത്രം, നിങ്ങൾ കണ്ടില്ലേലും പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്.
അല്ലെ അമ്മ അപ്പൊ എന്തോ അല്ലേ. അപ്പൊ ഇത് പാടുക എന്ന് സന്തോഷമുള്ള ആക്കിയ പാട്ട് പാടും. നമ്മളെല്ലാവരും ഭയങ്കര പ്രാർത്ഥനക്കാരാരാന്നറിയോ? യാക്കോബിന്റെ ലേഖനം പറയാണ്, നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സന്തോഷം അനുഭവിക്കുന്നവൻ പാട്ട് പാടണം. എന്റെ ഭാഷയെ പറയുകയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ പാടണം. കാരണം ദൈവരാജ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ സന്തോഷം. നമുക്കൊക്കെ പ്രാർത്ഥനയ്ക്കുള്ള ചിത്രം കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചാലേ ഇല്ല, അത് ജാതികളാ ജൽപ്പനം ചെയ്യുകയും നിലവിളിക്കുകയും ചെയ്യും. അപ്പനെ അറിയുന്ന മക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തോഷിക്കുന്നല്ലേ നമുക്കിഷ്ടം. കുഞ്ഞുങ്ങൾ കരയുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മള് ഒരിക്കലും അപ്പന് ഇഷ്ടമില്ല. നമ്മൾ സന്തോഷം ദൈവരാജ്യം പരിശുദ്ധാത്മാവ് സന്തോഷം. ഈ സന്തോഷം പ്രസവിക്കുന്ന ഒരു പാട്ട്. അതുകൊണ്ടാണ് പുതിയ പുതിയ പാട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സ്വത്രം സജീവമ്രാന് പുതിയ പാട്ട് വന്നു, ഹരിദാസോരിയുടെ പാട്ട് റെഡിയാണ്. സ്വത്രം നമ്മുടെ ആദർശ ആദിത്യനെ മാത്രം കാണുന്നില്ല. ഈ സീസണിൽ ആ രണ്ട് പുള്ളികളെ കാണാനേ ഇല്ല. ആദ്യത്തെ പാട്ട് വന്നത് അവരുടെ പാട്ടായിരുന്നു. ഓക്കെ, സജീവമ്രാനെ ആ പാട്ട് ഒന്ന് 2 ലൈൻ പാടാവും. ഹരിദാസോരിയൊക്കെ റെഡിയാണോ? റെഡിയാണോ? പാടാൻ പറയാം. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിച്ചിടുന്നു, പെരുകുന്നു ഏറുന്നു വർദ്ധിച്ചിടുന്നു, പെരുകുന്നു ഏറുന്നു വർദ്ധിച്ചിടുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഉള്ളിലുള്ളതിനാൽ ഇന്നുമെന്നും പാടിടും ഞാൻ. ക്രിസ്തുവിന്റെ സ്നേഹം ഉള്ളിലുള്ളതിനാൽ ഇന്നുമെന്നും പാടിടും ഞാൻ. പരിശുദ്ധനെ പരമോന്നതനെ പരിപൂർണനെ, പരിശുദ്ധനെ പരമോന്നതനെ പരിപൂർണനെ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിച്ചിടുന്നു, പെരുകുന്നു ഏറുന്നു വർദ്ധിച്ചിടുന്നു, പെരുകുന്നു ഏറുന്നു വർദ്ധിച്ചിടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കുറച്ചുകൂടി ഉണ്ട് പറയാം. എന്തോ എന്നാ പറഞ്ഞേ? കുറച്ചുകൂടി ഉണ്ട്, അത് പിന്നീട് അതിന്റെ വന്നോണ്ടിരിക്കുന്നു. സ്വത്രം അങ്ങനെ വന്നോണ്ടിരിക്കട്ടെ. പാടിക്കൊണ്ടിരിക്കുമ്പോ അപ്പുറത്തുനിന്ന് കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും സ്വതം US നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒക്കെ വരണ്ടേ? ആമേൻ. സ്വത്രം. ഇനിയും എനിക്കൊരു പാട്ട് വിനോദ് ബ്രദറെ, ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, പാടണോ? മേരി ആന്റി ഒരു മിനിറ്റ് ഞാൻ പറയാം. ഞാൻ സോറി നേരത്തെ എനിക്ക് പാട്ട് അയച്ചെന്നാ. സോറി, കുറച്ച് പാടുവേ. തണുത്തു പെരുകും പൂത്ത് കായ്ക്കും ബലം ഏറി വർദ്ധിക്കും ഞാൻ. തണുത്തു പെരുകും പൂത്ത് കായ്ക്കും ഫലം ഏറി വർദ്ധിക്കും ഞാൻ. എന്റെ അഭിഷേകം പെരുകിയേറിടും, എന്റെ ആരോഗ്യം പെരുകിയേറിടും, എന്റെ അഭിഷേകം പെരുകിയേറിടും, എന്റെ ആരോഗ്യം പെരുകിയേറിടും. എന്റെ നീതി ലോകം കാണും, എന്റെ മഹത്വം പെരുകിടും. എന്റെ നീതി ലോകം കാണും, എന്റെ മഹത്വം പെരുകിടും. എന്റെ കാന്തൻ വിളിക്കുന്ന പേരിൽ പെരുകിയേറി ഞാൻ വർദ്ധിച്ചിടും. എന്റെ കാന്തൻ വിളിക്കുന്ന പേരിൽ പെരുകിയേറി ഞാൻ വർദ്ധിച്ചിടും. എന്റെ അഭിഷേകം പെരുകിയേറിടും, എന്റെ ആരോഗ്യം പെരുകിയേറിടും, എന്റെ അഭിഷേകം പെരുകിയേറിടും, എന്റെ ആരോഗ്യം പെരുകിയേറിടും. എന്റെ കാന്തൻ കരം പിടിച്ചു, എനിക്ക് മുട്ടുണ്ടാകയില്ല. എന്റെ കാന്തൻ കൂടെ നടന്നു, എന്റെ സ്വസ്ഥതയേറിടും. എന്റെ കാന്തൻ കരം പിടിച്ചു, എനിക്ക് മുട്ടുണ്ടാകയില്ല. എന്റെ കാന്തൻ കൂടെ നടന്നു, എന്റെ സ്വസ്ഥതയേറിടും. എന്റെ അഭിഷേകം പെരുകിയേറിടും, എന്റെ ആരോഗ്യം പെരുകിയേറിടും, എന്റെ അഭിഷേകം പെരുകിയേറിടും, എന്റെ ആരോഗ്യം പെരുകിയേറിടും. തണുത്തു പെരുകും പൂത്ത് കായ്ക്കും ഫലം ഏറി വർദ്ധിക്കും ഞാൻ. തണുത്തു പെരുകും പൂത്ത് കായ്ക്കും ഫലം ഏറി വർദ്ധിക്കും ഞാൻ. ആമേൻ.
ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഈ വർഷത്തെ മുഴുവൻ വാഗ്ദത്വവും ആ പാട്ടിനകത്തും. ഹല്ലേലൂയ. സ്തോത്രം. മെരിയാനി പാട്ട് പാടാം, കുറച്ച് പാടണേ. അതുപോലെ തന്നെ ഈ സീസണിൽ കിട്ടുന്ന പാട്ടുകളാണ്. ഈ സീസണിൽ പെരുകേറി വർദ്ധിക്കുന്ന പാട്ടുകളാണ് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത്. പെരുകട്ടങ്ങനെ പെരുകട്ടെ, ആത്മാക്കൾ സഭയിൽ പെരുകട്ടെ, ഏറട്ടങ്ങനെ ഏറട്ടെ, ഹൃദയത്തിൽ ദൈവസ്നേഹം ഏറട്ടെ, വർദ്ധിച്ചിടട്ടെ, നന്മയും കരുണയും വർദ്ധിച്ചിടട്ടെ. പെരുകട്ടങ്ങനെ പെരുകട്ടെ, വരുമാനങ്ങൾ പെരുകട്ടെ, ഏറട്ടങ്ങനെ ഏറട്ടെ, ധനവും മാനവും ഏറട്ടെ, വർദ്ധിക്കട്ടെ, സമ്പൽ സമൃദ്ധി വർദ്ധിക്കട്ടെ. പെരുകട്ടങ്ങനെ പെരുകട്ടെ, വായിൽ വചനം പെരുകട്ടെ, ഏറട്ടങ്ങനെ ഏറട്ടെ, ദൈവമഹത്വം ഏറട്ടെ, വർദ്ധിക്കട്ടെ, വിശ്വാസ ജീവിതം വർദ്ധിക്കട്ടെ. ആമേൻ. പാടിയത് പെട്ടെന്ന് എഴുതിയതാ. നല്ലൊരു മുദ്രാവാക്യം വിളിക്കാൻ ഒരു മുദ്രാവാക്യം കിട്ടി. പെരുകട്ടെങ്ങനെ പെരുകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എങ്ങനെയാണേലും വായിൽ നിന്ന് ഇത് മാറിപ്പോയത്, അത്രേ ഉള്ളൂ. വചനം വായി തന്നെ നിന്നോണം. സ്തോത്രം. ആമേൻ. ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ? ബ്രദറെ എനിക്കൊരു സാക്ഷ്യം ഉണ്ട്. പറഞ്ഞു ബ്രദറെ, കഴിഞ്ഞ ദിവസം നമ്മുടെ ദാസൻ തോമസ് കുട്ടി നമ്മുടെ ശുശ്രൂഷ മീറ്റിംഗിൽ ഇങ്ങനെ ഡ്രസ് കോഡിനെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പെന്തക്കോസ്തുകാരുടെ മീറ്റിങ്ങിന് പോയാ ഞാൻ വൈറ്റ് ഡ്രസ് ഇടുകയുള്ളൂ. അപ്പൊ പെട്ടെന്ന് ഞാൻ എനിക്കൊരു വെള്ള ഡ്രസ് ഇടുന്നു, പ്യുവർ വെള്ളയായിട്ടുള്ളത് ഇല്ലോ എന്ന് പറഞ്ഞു. ഓർത്ത് കർത്താവിന്റെ കൃപയാൽ കഴിഞ്ഞ ആഴ്ച അടിപൊളി ഒരു വെള്ള ഷർട്ട് കിട്ടി. അത് കഴിഞ്ഞ് ഇന്നലെ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞറിയപ്പോ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, നമ്മുടെ സഹോദര, ഞാൻ അതിനകത്ത് സഹോദരന്റെ കാറിനകത്ത് ഒരു പൊതിയിരിപ്പുണ്ട്. ഞാൻ ചെന്ന് നോക്കിയപ്പം അതും ഒരു വെള്ള ഷർട്ട്. പറഞ്ഞു മനസ്സിൽ ചിന്തിച്ചോ, ഞാൻ പറഞ്ഞില്ല, മനസ്സിൽ കർത്താവിന്റെ അങ്ങനെ ഒഴുകാൻ. ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആണ്. ആരാ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ? പ്രാർത്ഥിക്കണം. സ്തോത്രം. സ്വർഗസ്ഥനായ നല്ല പിതാവെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ചേർന്ന് സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇത്രത്തോളം അവരെ കരുതിയതിനായി നന്ദി പറയുന്നു. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ കേട്ട ദൂത് പോലെ അവരുടെ എല്ലാ മേഖലയിലും പെരുകി ഏറി വർദ്ധിക്കട്ടെ. യേശുനാഥ് അവരുടെ ആയുസ് ആരോഗ്യത്തെ, അവരുടെ ജോലി മണ്ഡലങ്ങളെ എല്ലാം അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ മേഖലയിലും ഒരു വർധന ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ. നമ്മള് നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന കോണ്ടിനെന്റിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നോർത്ത് അമേരിക്ക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സകല മനുഷ്യർക്ക് വേണ്ടി, ഭൂമിയിലുള്ള 800 കോടി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭൂമിയിലുള്ള സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല രാജ്യങ്ങളുടെയും സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങള് സ്തോത്രം ലാറ്റിൻ അമേരിക്കൻ കോണ്ടിനെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെയുള്ള ഓരോ രാജ്യങ്ങൾക്കായി, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, എല്ലാ രാജ്യങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഫിൻലാൻഡിനായി കർത്താവെ മറ്റോരോ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാം സമ്പൽ സമൃദ്ധമാകട്ടെ. അവിടുത്തെ ഭരണകർത്താക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹത്താൽ അവരെ നിറയ്ക്കണമേ. അവിടെയുള്ള സഭകൾക്കായി നന്ദി കർത്താവെ. പ്രത്യേകിച്ച് സ്വർഗീയന്റെ സഭകൾക്ക് പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. 800 കോടി എന്ന ഉണർവിന്റെ അകത്ത് കർത്താവെ സ്തോത്രം. അടിയങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. കർത്താവെ രാജ്യങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ആ രാജ്യങ്ങളിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സ്തോത്രം ഉണർവിനായിട്ട് അയക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണം. മഹത്വം എല്ലാം വാങ്ങിച്ചു തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ. ആമേൻ. 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 സോ പെരുകേറി വർദ്ധിക്കട്ടെ. ഈ ദിവസം അത്ഭുതത്തിന്, ഈ പുതിയൊരാഴ്ച
പെരുകേറി വർദ്ധിക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങളുടെ ആഴ്ചയായിരിക്കും, അനുഗ്രഹത്തിന്റെ ആഴ്ചയായിരിക്കും ഇത് തന്നെ. നല്ലപോലെ പാട്ട് പാടുക, പരിശുദ്ധാത്മാവിനോട് പാടുക. സ്തോത്രം. നിങ്ങളുടെ എന്താവശ്യം ഉണ്ടെങ്കിൽ അത് അതുപോലെ പാടാം. സോ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യണം. നമ്മൾ പലപ്പോഴും സഭായോഗത്തിൽ മാത്രമേ ഈ പാട്ടൊക്കെ പാടത്തുള്ളൂ. അല്ല, പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അന്ന് ബോബുറ പറഞ്ഞ പോലെ പുതിയ ഉണർവിന്റെ സിഗ്നേച്ചർ സോങ് ആയിട്ട് പരിശുദ്ധാത്മാവ് തന്നതാണ്. അത് ഇപ്പൊ ഓരോ സാക്ഷ്യങ്ങളോട് തെളിയിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അത് എന്നാ പറയുന്നത്, ടെക്സ്റ്റ് വരുന്നു. സ്തോത്രം. എന്തോ എനിക്കൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു ബ്രദറെ. ഞാൻ ഇന്നലെ നമ്മുടെ ചർച്ചിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാവരും പെരിയേറി വർദ്ധിക്കുന്ന പ്രാർത്ഥന. ഇപ്പൊ ഞാൻ എന്റെ കർത്താവെ, എന്റെ മോന്റെ ബർത്ത്ഡേ ആണെന്ന്. എനിക്ക് എന്റെ ഭവനത്തിൽ ഒന്നുമില്ല വെക്കാനായിട്ട്. ഞാൻ എന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് മോന് ബിരിയാണി വെക്കണം എന്നാണ് അവൻ ആഗ്രഹം. എന്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ അതിന് വെക്കാൻ വേണ്ടി വേഗം പോകുന്നു. പരിശുദ്ധാത്മാവായിട്ട് പറഞ്ഞ് വേഗം തന്നെ വന്നു. ഞാൻ ഇവിടെ വന്നപ്പോ എല്ലാ സംഗതിയും റെഡിയാണ് ബ്രദറെ. ബിരിയാണി വെക്കാനുള്ള എല്ലാം റെഡിയാക്കി എല്ലാം മോൻ മേടിച്ചോണ്ട് വെച്ചൊക്കെയാണ്. ഞാൻ വെച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വൈകുന്നേരം ഇന്നർ ചേമ്പർ കൂടിക്കൊണ്ടിരുന്നു. ഭയങ്കരമായിട്ട് എപ്പോഴും റേഞ്ച് പോകണം. ഞാനിപ്പോ പറഞ്ഞു, എന്റെ പൊന്നു പരിശുദ്ധാത്മാവെ, ഈ റേഞ്ചിലായ്മ ഒന്ന് മാറ്റിത്താ, എനിക്ക് ഞങ്ങളുടെ ഇടേന്റെ വചനം കേൾക്കണം, ഒന്ന് മാറ്റിത്താ പരിശുദ്ധാത്മാവെ എന്ന് പറഞ്ഞു. ആ സെക്കൻഡ് തന്നെ എനിക്ക് റേഞ്ച് കിട്ടി. ആ ഫുള്ളായിട്ട് വചനം കൂടാനും സാധിച്ചു. കർത്താവ് ധാരാളമായിട്ട് സൗരി പറഞ്ഞപ്പോഴോ കഴിഞ്ഞ ദിവസം നമ്മുടെ ജെയിനി സൗരിക്ക് ഇതുപോലെ തന്നെയായിരുന്നു. റേഞ്ചിന്റെ കാര്യം ഓർത്തപ്പോ തന്നെ നെറ്റ്വർക്കിന്റെ റേഞ്ച് കിട്ടുന്നില്ല. ഒരു ഡോക്യുമെന്റ് വേണ്ട, അത്യാവശ്യമായിട്ട് അയക്കണം. എന്റെ പരിശുദ്ധാത്മാവേ റേഞ്ച് തരണേ, നെറ്റിന്റെ റേഞ്ച് തരണേ എന്ന് പറഞ്ഞാൽ അത്രയും നേരം 0 ആയിട്ട് നിന്നത് 57 ആയിട്ട് സ്പീഡ് വർദ്ധിച്ചു. അങ്ങനെ അത്ഭുത സാക്ഷ്യം. ജെനിസോരി ഇല്ലാത്തുണ്ടോ? ഇറങ്ങിയോ? സ്തോത്രം. അങ്ങനെ അത്ഭുത സാക്ഷ്യം ജെനിസോരിയുടെ സാക്ഷ്യം കേട്ടപ്പോഴത്തെ ജെനിസോരിക്കും ഇതുപോലെ റേഞ്ച്. അപ്പൊ നിങ്ങൾക്ക് റേഞ്ച് ഒന്നും ഇല്ലേ, പരിശുദ്ധാത്മാവരോട് അങ്ങ് പാടി എന്ന് അറിയിച്ചാൽ മതി. ബ്രദറെ, മോർണിംഗ് പ്രയറിന് എനിക്ക് റേഞ്ച് കുറവായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു പരിശുദ്ധാത്മാവ്, എനിക്ക് ഈ മീറ്റിങ്ങിന് കൂടണം, എനിക്ക് പ്രാർത്ഥന കേൾക്കണം, ഒന്ന് റേഞ്ച് തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ റേഞ്ച് വന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി, കരഞ്ഞോണ്ടല്ല, സ്തോത്രത്തോടുകൂടി അറിയിക്കണം. അത് നന്ദിയോടെ കേട്ടോ. സിസ്റ്റർ പറഞ്ഞാൽ അങ്ങ് പാടിക്കണം, എന്റെ പരിശുദ്ധാത്മാവേ റേഞ്ച് തരണേ, നല്ല റേഞ്ച് തരണേ, 4G തരണേ എന്നൊക്കെ പറഞ്ഞ് പാടിക്കണം. നമ്മളല്ലേ വാത്സല്യം, ഇത് നല്ല ഒരു കൊഞ്ചി. നമ്മളൊക്കെ പരിശുദ്ധാത്മാവിന്റെ മക്കളാണ്, കുഞ്ഞുങ്ങളാണ്. നമ്മളങ്ങ് കൊഞ്ചി അങ്ങ് അറിയിച്ചാൽ മതി. നിങ്ങളുടെ എന്താ ആവശ്യം നല്ല കൊഞ്ചി അങ്ങ് പറ. നമ്മളൊക്കെ വലിയ പുള്ളികളാണ് നമ്മുടെ വിചാരം. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങളാ. കാരണം ആരും മസിലൊന്നും പിടിക്കണ്ട. സ്തോത്രം. സ്നേഹ വാത്സല്യത്തിൽ ഓക്കെ ഡേസി, സോറി, കർത്താവ് അനുഗ്രഹിക്കട്ടെ. സോ നമുക്ക് എനിക്കും ഉണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ. ഇന്നലെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും നട്ടുച്ച നല്ല വെയിലാണല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ വാലാച്ചിറ വന്നപ്പോ ഗേറ്റ് അടച്ചിട്ടിരിക്കുക. കുറച്ചു നേരം ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് ഇങ്ങനെ പാടാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവേ ട്രെയിൻ വേഗം വരണേ. അങ്ങനെ 2 പ്രാവശ്യം പാടിയപ്പോഴത്തേക്ക് ഒരു ഒച്ച പോലും ഇല്ല. ഞാൻ നോക്കുമ്പോൾ ട്രെയിൻ വന്നങ്ങ് നിൽക്കുക. നിന്ന് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ പോകാൻ ധൃതിയാണല്ലോ. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ആ ട്രെയിൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പരിശുദ്ധാത്മാവേ ട്രെയിൻ വേഗം പോണേ. അപ്പൊ ഇങ്ങനെ പറയും, ആദ്യം വരണേന്ന് പറഞ്ഞു, അപ്പൊ നമുക്ക് ഇനി തിരിച്ചു പാടാന്ന് പറഞ്ഞു ട്രെയിൻ വേഗം പോണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ജീവശ്വാസം ഊതിയപ്പോഴത്തേക്കും ഒരു ഓണടി കേട്ടു. പെട്ടെന്ന് തന്നെ വണ്ടി പോയി. വരണോന്നല്ലേ പറഞ്ഞോളൂ, പോകാൻ പറഞ്ഞില്ലല്ലോ. പോകാൻ പറഞ്ഞപ്പോ പോയി. വരണമെന്ന് പറഞ്ഞപ്പോ വന്നു. ഇനി അടുത്ത പോകാൻ പറഞ്ഞാലേ ഇനി പോകാൻ പറ്റുള്ളൂ. സ്തോത്ര. അടിപൊളി. അത്ഭുത സാക്ഷി. ഇന്നലെ കുറവലങ്ങാടും കടുത്തുരുത്തിയിലും നമ്മുടെ സൗരിമാരായിരുന്നു ഫുൾ സഭായോഗം ചെയ്തത്. വളരെ അനുഗ്രഹമായിരുന്നു. സ്വന്തം ഞാൻ ഇന്നലെ ആക്ച്വലി എല്ലാ സഭയിലും ഒന്ന് ചെയ്യാനായിട്ട് പറയാനായിട്ട് വിട്ടു. ഈ വരുന്ന ആഴ്ചയിൽ എല്ലായിടത്തും ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. വളരെ ജിഷിതൊക്കെ ഇന്നലെ അവിടെ ആതിരമോളെ അതുല്യ അവരെല്ലാം വർഷിപ്പ് ലീഡ് അനുഗ്രഹമായിരുന്നു. അതുപോലെ ബ്ലോസം ഫ്ലെയിംസിന്റെ അപ്പോസ്തല ലിനു വിനോദായിരുന്നു. ഇന്നലെ കുറവലങ്ങാടും കടുത്തൂരത്തിന്റെ സഹോദരങ്ങളെ കർത്താവ് ശക്തമായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ശുശ്രൂഷിച്ചു. ഞാൻ സൗരിമാരെ ഈ വർഷം നിങ്ങൾക്കാണ് ദൂതുകൾ കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയാം, 11-ാം തീയതി ആരും മറന്നു പോകരുത്. 11-ാം തീയതി പരിശോധിക്ക പ്രാർത്ഥനയും ബ്ലോസം ഫ്ലെയിംസിന്റെ ഫെസ്റ്റിവലുമാണ്. ഗെയിംസ്, സ്കിറ്റ്, കൊറിയോഗ്രാഫി എന്തൊക്കെയാണോ ഒത്തിരി പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സൗരിമാരാരും വീട്ടിലിരിക്കരുത്. സെക്കൻഡ് സാറ്റർഡേ 11-ാം തീയതി 10 മണിക്ക് നമ്മുടെ റോയൽ ക്ലബിൽ, വൈക്കം സഭ നടക്കുന്ന റോയൽ ക്ലബിൽ ഒന്ന് ചേരണം. പുതിയ ആത്മാക്കളെ വിളിച്ചുകൊണ്ട് വരണം. കുഞ്ഞുങ്ങൾ എല്ലാവരും വരണം. ഇന്ന് സ്നേഹം ഓർപ്പിക്കുന്നു. വളരെ അനുഗ്രഹമായിരുന്നു കർത്താവ് ശക്തമായിട്ട് സൗരിമാരെ. അതുപോലെ കുറവലങ്ങാട് വർഷിപ്പ്
ഞാൻ പറയുന്നത് കുറുവലങ്ങാട് ഞാൻ ആദ്യമായിട്ട് വന്നപ്പോഴാ വഴി നിന്നപ്പോ ഇത്രോ ശബ്ദം കേട്ടത്. അതുപോലെ അടിച്ചു പൊളിച്ച ആരാധന. സ്തോത്ര സൗര്യമാരെ എല്ലാം കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ പുതിയ പാട്ടുകൾ വരട്ടെ, സ്തോത്രം ഡ്രസ്സുകൾ വരട്ടെ, അത്ഭുതങ്ങൾ വരട്ടെ, അക്കൗണ്ടുകൾ നിറഞ്ഞു കഴിയട്ടെ, പുതിയ പുതിയ കറൻസികൾ വരട്ടെ. പെരുകി ഏറി പറഞ്ഞേ, പെരുകി ഏറി വർദ്ധിക്കും, പെരുകും, ഏറും. എന്റെ വരുമാന മാർഗങ്ങൾ പെരുകി വരും. എന്റെ സമ്പാദ്യങ്ങൾ, സേവിങ്സ് ഏറി വരും. എനിക്കുള്ളതെല്ലാം വർദ്ധിക്കും. എന്റെ യേശു എന്റെ കർത്താവായതുകൊണ്ട്, നല്ല സഹായകനായ പരിശുദ്ധാത്മാവ് കൂടെ ഉള്ളതുകൊണ്ട്. ആമേൻ. സോ ഈ ആഴ്ച പരിശുദ്ധാത്മാവിന്റെ വാത്സല്യം വെളിപ്പെടുന്ന ആഴ്ചയാണ്. അത് ഗിഫ്റ്റുകളായിട്ടൊക്കെ വരും. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? പുതിയ വണ്ടികളൊക്കെ വേണമെങ്കിൽ വണ്ടികളൊക്കെ വരികയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അമ്മയ്ക്ക് ഒരു സാക്ഷിയുണ്ടേ. പറയൂ. ദൈവമാത്രത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ 3 ആഴ്ച മുമ്പ് പിന്നെ തറ വെള്ളം കിടന്നായിരുന്നു. തറ വെള്ളം കിടന്നപ്പോ ഞാൻ കൈ കഴുകാൻ വാഷ് ബേസിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേനും കാലങ്ങ് തെന്നി അങ്ങ് പോയി. അപ്പൊ അന്നേരം കാലിന് ശകലം അന്നേരം ഒരു വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കാലിന് നീരും വെച്ച് പിന്നെ വലത്തെ സൈഡിൽ പിന്നെ ഭയങ്കര വേദനയായിരുന്നു. ആ വേദന വന്ന് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ആശുപത്രി പോകുന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മള് എറണാകുളം ചർച്ചിൽ പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാലെ വീണ്ടും വലത്തെ സൈഡിൽ വേദന ഉണ്ടായി. കാലിന് നല്ലതായിട്ട് നീരുണ്ടായി. പിന്നെ പിള്ളേരുടെ പേർക്ക് ഞാൻ പോയി ഇഞ്ചക്ഷൻ എടുത്തിലും എന്റെ നടുവിന്റെ ഭാരം കുറയുന്നില്ല. അപ്പൊ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു, എന്റെ പരിശുദ്ധാത്മാവെ അശോകമ്പ്രദന് സിമ്മ് കാട്ടി കൊടുക്കാമെങ്കിൽ എനിക്ക് എന്റെ നടുവിന്റെ കെട്ടില് മാറ്റി തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് പാട്ടും പാടി സ്റ്റെപ്പും എടുത്ത് ഡാൻസും കളിച്ച്. അപ്പത്തേക്കിന് ആ വേദന അന്നേരം ഒരു ശകലം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് വൈകുന്നേരം ആയപ്പോ ഞാൻ ആ വേദന അറിയുന്നില്ല. ആ ഭാരങ്ങളെല്ലാം മാറിപ്പോയി. അന്നേരം ഞാൻ പറഞ്ഞു, അസ്ഥികളെല്ലാം അകന്നിട്ടുണ്ടെങ്കിൽ ആ അകലിച്ചുള്ളത് അടുപ്പിച്ച് തരണമെന്നും പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന വൈകുന്നേരം ആയപ്പോ എന്റെ എല്ലാ വേദനകളും മാറി. ദൈവത്തിന് കരഞ്ഞ് നിലവിളിക്കുന്ന കാലം കഴിഞ്ഞു. പാടുക, ഡാൻസ് ചെയ്യുക. അവൻ പാടുക, ഡാൻസ് ചെയ്യുക. ഇത് നീതിമാന്റെ കൂടാരത്തെ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആഴ്ച അത്ഭുതങ്ങളുടെ ആഴ്ചയത്തിട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവിന്റെ കൃപയും കരുണയും പരിശുദ്ധാത്മാവൻ ദൈവത്തിന്റെ വാത്സല്യവും സാന്നിധ്യവും സ്വാസം കൂട്ടായ്മ നാം ഓരോരുത്തരും കർത്താവിൽ നമ്മളെ വഴി നടത്തുന്ന നമ്മുടെ ദൈവദാസന്മാരും കർത്താവിന്റെ പട്ടണമായ യെരൂശലേമിന്റെ സമാധാനം ഇസ്രായേൽ ജനത്തോടും ജയിച്ച് നമ്മുടെ രാജ്യമാണ് ഇന്ത്യയോടും കൂടി ഇന്ന് എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു കർത്താവ് മുഖാന്തരം ദേവസ്വം തന്ന പിതാവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അടയാളങ്ങളും നിന്ന് പോയിട്ട് പലപ്പോഴും ആൾക്കാരിങ്ങനെ പറയാറുണ്ട്, അതിന്റെ കാലങ്ങൾ കഴിഞ്ഞിട്ടില്ല. ആ നാമത്തിന് ഇതുവരെ ചെയ്യുവാനായി ഒരു പവർ ഓഫ് അറ്റോർണി വിശ്വസിക്കുന്നവരുടെ കയ്യിൽ കൊണ്ടുവരും. പ്രത്യേക ചിലർക്ക് അല്ല. ഹല്ലേലൂയ. സ്വത്രം മോർണിംഗ് വീഡിയോ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങളുടെ ദിവസമാകട്ടെ. പെരുകി ഏറി വർദ്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹത്താൽ നിറയട്ടെ. പെരുകി ഏറി വർദ്ധിക്കട്ടെ. സമ്പാദ്യങ്ങൾ പെരുകട്ടെ, ആരോഗ്യത്തിൽ പെരുകട്ടെ, ആത്മാക്കളുടെ എണ്ണത്തിൽ പെരുകട്ടെ, എല്ലാത്തിലും യേശുവിനകത്ത് പെരുകി വർദ്ധിക്കട്ടെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് 8 മണിയാകുമ്പോൾ പാസ്റ്റേഴ്സ് എല്ലാം കൂടെ ഈ ലിങ്കിലല്ല, നമ്മുടെ സജീവ അയച്ചേരുന്ന ലിങ്കിൽ കയറണേ. 8 മണിക്ക്